എസ് കെ ഒരു കാര്യം, എസ് കെ ഈ പറയുന്ന SDP വോട്ടുണ്ട്. എങ്ങനെയാണ് അവർ പറയുന്നത്? ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 102 സീറ്റുകളിൽ മത്സരിച്ച ഇടങ്ങളിൽ മാത്രം 3 ലക്ഷത്തിലധികം വോട്ട് വാങ്ങി എന്ന് പറഞ്ഞു. ഓരോ മണ്ഡലത്തിൽ നമ്മൾ പാലക്കാട് കാര്യം പറഞ്ഞ പോലല്ല, പാലക്കാട് ഒരു ശുഷ്കമാണെങ്കിലും ഈ പറയുന്ന പല മണ്ഡലങ്ങളും അവർക്ക് സൈസബിൾ വോട്ടുണ്ട്. എസ് കെ അവരെന്തായാലും വോട്ട് ചെയ്യും. ഇപ്പോൾ അവരെന്തായാലും അവരിപ്പോൾ ആരുടെയും വോട്ട് വേണ്ടെന്ന് പറഞ്ഞാൽ അവർ വീട്ടിലിരിക്കാൻ പോകുന്നില്ല, അവരെന്തായാലും വോട്ട് ചെയ്യും. പാലക്കാട് അത് UDF വോട്ട് ചെയ്തിട്ടുണ്ട്. ലോക്സഭയിൽ വോട്ട് വേണ്ടെന്ന് പറഞ്ഞാൽ അവർ UDF വോട്ട് ചെയ്തിട്ടുണ്ട്. അത് ശരിയാണ്. പക്ഷെ പ്രശ്നം എന്താണ്? ഇന്ന് ഈ പറയുന്ന സംഘടനയുടെ ലത്തീഫ് എന്ന് പറയുന്ന ആൾക്ക് കേരളത്തിന്റെ മുന്നിൽ വന്ന് നിന്ന് മാധ്യമങ്ങൾക്ക് മുഴുവൻ ലൈവ് എടുത്തോണ്ട് ഞങ്ങൾ വർഗീയ സംഘടന അല്ല എന്ന് പച്ചക്കള്ളം പറയാൻ അവസരം ഉണ്ടായി കൊടുത്ത എസ് കെ യഥാർത്ഥത്തിൽ CPM ആണ്. അതിന് സാധുവിനോട് CPM ആണ്. എസ് കെ അധികം വൈകാതെ തന്നെ ഇപ്പോൾ ഈ ഇലക്ഷൻ ഇന്നും വരും, നാളെ പോക്ക് ചെയ്യും, വോട്ടൊക്കെ പിന്നെ വരികയൊക്കെ ചെയ്യും. അധികം വൈകാതെ തന്നെ ലത്തീഫിന്റെ കോൺഫറൻസോടെ ഞങ്ങൾ തീരുമാനിക്കുന്ന ഈ ഭരണം നിൽക്കുമെന്ന കോൺഫറൻസ് പൊളിക്കേണ്ട ആദ്യ ഉത്തരവാദിത്വം മുഖ്യമന്ത്രി പിണറായി വിജയനാണ്, പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനാണ്. അവർ ചെയ്യുന്നില്ലെങ്കിൽ CPM കേരളത്തിൽ ചെയ്യുന്നത് ചരിത്രപരമായ മണ്ടത്തരമാണ്. ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഈ തരത്തിലുള്ള നിലപാടുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തരാതരം രാഷ്ട്രീയ പാർട്ടികളെല്ലാം എടുക്കാറുണ്ട്. അത് UDF എന്നോ LDF എന്നോ ഉള്ള വ്യത്യാസമില്ല. അവരെല്ലാം ഇപ്പോഴും ഇത്തരം പാർട്ടികളെ ചേർത്ത് നിർത്താറുണ്ട്. ചിലപ്പോൾ അവർ അതിനെ തള്ളിപ്പറയുകയോ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരു വശത്ത് SDP ഉള്ളപ്പോഴാണ് മറുവശത്ത് വെൽഫെയർ പാർട്ടി ഉള്ളത്. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ ധാര അത് പിൻപറ്റുന്ന ഒരു പാർട്ടിയാണ് ഈ വെൽഫെയർ പാർട്ടി എന്നതിൽ തർക്കമില്ല. അത്തരം കാര്യങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ഗോതയിൽ അതിങ്ങനെ നിൽക്കുകയാണ്. പിന്നെ PDP എന്നുള്ളത് PDP നേരത്തെ തീവ്ര വർഗീയ പാർട്ടിയായിരുന്നു. ആ വർഗീയ പാർട്ടി അതൊരു സംഘടനയിൽ നിന്ന് ISS എന്ന് പറയുന്ന ഒരു സംഘടന അത് നിരോധിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ ആ കാലത്തോ ആണ് അബ്ദുൽ നാസർ മദനി PDP എന്ന് പറയുന്ന ആ പാർട്ടി ഉണ്ടാക്കുന്നത്. ആ പാർട്ടി അതിൻ്റെ ഒരു തീവ്ര നിലപാടൊക്കെയാണ് അത് തുടർന്നിരുന്നത്. പക്ഷേ പിന്നീട് നമ്മൾ ഇന്നിപ്പോൾ ഏതാണ്ട് ഈ എന്താ പറയുക, നമ്മളൊരു ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാൽ പോലും കാണാൻ കഴിയാത്ത വിധത്തിലേക്ക് ഈ PDP ചുരുങ്ങിപ്പോയി. കാരണം അബ്ദുൽ നാസർ മദനി എന്ന വ്യക്തിയിൽ കേന്ദ്രീകരിച്ച് നിന്നിരുന്ന ഒരു പാർട്ടിയായിരുന്നു അത്. അദ്ദേഹം പിന്നീട് തടവിലാവുകയും പല അസുഖങ്ങൾ അദ്ദേഹത്തിന് വരികയും ഒക്കെ ചെയ്തു. അദ്ദേഹത്തിന് ആ പാർട്ടിയെ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പഴയ ഒരു തീവ്രതയിൽ പഴയ ഒരു ശക്തിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അതുമാത്രമല്ല, ഇതിപ്പോൾ നേരത്തെ ഗോപികൃഷ്ണൻ പറയണം P ജയരാജൻ്റെ പുസ്തകം ഇപ്പോഴല്ലേ വന്ന്, ഞാൻ പറഞ്ഞ 93 തന്നെ കാര്യമാണ്. EMS തന്നെ നൽകിയിട്ടുള്ള വ്യാഖ്യാനമാണ് ഈ PDPയുമായുള്ള ബന്ധത്തിന് നൽകിയിട്ടുള്ള ദാർശനികമായിട്ടുള്ള CPIഎമ്മിൻ്റെ സൈദ്ധാന്തികമായിട്ടുള്ള വ്യാഖ്യാനത്തെക്കുറിച്ചാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. CPIഎമ്മിന് മുന്നിൽ ഈ നേതാക്കൾ ഇപ്പോഴും വ്യക്തമായൊരു മറുപടി നൽകുന്നില്ല എന്നുള്ളതാണ്. അത് മുഖ്യമന്ത്രി ഞങ്ങൾ അങ്ങോട്ട് പിന്തുണ തേടിയിട്ടില്ല എന്ന് പറയുന്നു, പക്ഷേ SDP പിന്തുണ നൽകുന്നു എന്ന് പറയുമ്പോഴും ആ SDP-യുടെ വോട്ട് വേണ്ട എന്ന് പറയാനുള്ള ധൈര്യവും ആർജവും മുഖ്യമന്ത്രി കാട്ടുന്നില്ല. SDP-യുടെ വോട്ട് വേണ്ടെന്ന് ഒറ്റ നേതാവുണ്ട്, M സ്വരാജ് എന്നാണ് ആ നേതാവിന്റെ പേര്. ആ സ്വരാജിന് ഈ അഭിമന്യുവിന്റെ അഭിമന്യു രക്തസാക്ഷിത്വത്തിൽ അല്ലെങ്കിൽ ഇവിടുത്തെ ലോ കോളേജിലെ സക്കീറിന്റെ രക്തസാക്ഷിത്വമൊക്കെ വേദനിക്കുന്ന നേതാവാണെന്നാണ് എൻ്റെ ധാരണ. അല്ലെന്നുണ്ടെങ്കിൽ അത്രയും ഈ സമയത്ത് SDP വോട്ട് വേണ്ടെന്ന്. പക്ഷേ അധികം വാർത്താ പഠനം കിട്ടിയില്ല. മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും എന്തായാലും M സ്വരാജിന്റെ വാക്കുകൾക്ക് അതിനു മുകളിൽ ഒരു വില കിട്ടില്ല. പക്ഷേ ആ കാര്യത്തിൽ ഞാൻ M സ്വരാജിനെ ബഹുമാനിക്കുന്നു, അഭിനന്ദിക്കുന്നു. എസ് കെ ഒറ്റ കാര്യം കൂടി, എസ് കെ ഇന്ന് V ശിവൻകുട്ടി ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആൾക്കാരുടെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞ് ജനാധിപത്യ വിരുദ്ധമാണെന്ന് പറയുകയാണ്. എസ് കെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ പാലക്കാടൊക്കെ കോൺഗ്രസെ നിങ്ങൾക്ക് SDP-യുടെ വോട്ട് വേണമെന്ന് പറഞ്ഞ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ച ആളാണ് V ശിവൻകുട്ടി. ചോദിച്ച നേതാക്കളാണ്. അവരാണ് ഇപ്പോൾ പറയുന്നത് ആരുടെയെങ്കിലും വോട്ട് വേണ്ടെന്ന് പറഞ്ഞ ജനാധിപത്യ വിരുദ്ധമാണ്. അപ്പോൾ ഇതൊക്കെ കേരള സമക്ഷമുണ്ട്, ഈ പ്രതികരണങ്ങൾ കേരള സമക്ഷമുണ്ട്. ഇവർ ഈ പറയുന്ന ഏറ്റവും ഒടുവിൽ അവിടെ അവർ ഒരു വേസ്റ്റ് പ്ലാന്റിനിടെ സമരം ഉണ്ടായല്ലോ, ആ സമരത്തിലേക്ക് നുഴഞ്ഞു കയറി ആക്രമിക്കാൻ ഉണ്ടാക്കിയത് SDP-ക്കാരാണെന്നും കേരളത്തിലെ പല സമരങ്ങളിൽ CA സമരത്തിലൊക്കെ നുഴഞ്ഞു കയറി ഭീകരവാദികളാണെന്നും എന്ന് മുഖ്യമന്ത്രി അടക്കം സഭയിൽ പറഞ്ഞ ഈ വാക്കുകൾ ഈ പൊതുസമക്ഷമുണ്ട്. അവരുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാനുള്ള മിനിമം ആർജവം ഈ CPM കാണിക്കണം. എസ് കെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.